മോഹൻലാലിനെ മനസ്സിൽ കരുതി ഒരു തിരക്കഥ എഴുതുന്നു. പക്ഷേ മോഹൻലാലിൻ്റെ തിരക്ക് കാരണം മോഹൻലാലിൻ്റെ ഡേറ്റ് കിട്ടാതെയായപ്പോൾ ഒരു പുതുമുഖത്തിനെ ആ ഒരു സിനിമയിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ ധൈര്യം കാണിച്ച ഒരു സംവിധായകനെ കുറിച്ചും ആ ഒരു സിനിമയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. പത്മരാജൻ എന്ന് പറയുന്ന സംവിധായകനെയും എഴുത്തുകാരനെയൊക്കെ ഇഷ്ടമില്ലാത്തവരുണ്ടാവില്ല. നമുക്ക് പത്മരാജൻ്റെ ഫേവറേറ്റ് സിനിമകൾ ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും പല സിനിമകളായിരിക്കും. അദ്ദേഹം ഒരുപാട് സിനിമകൾ എഴുതിയിട്ടുണ്ട്, സംവിധാനം ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ പ്രത്യേകത നിറഞ്ഞ ഒരു സിനിമയാണ് അപരൻ. കാരണം അതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ജയറാം എന്ന് പറയുന്ന ഒരു നടനെ മലയാളത്തിലോട്ട് സംഭാവന ചെയ്ത ഒരു സിനിമയാണ്. അപ്പോൾ ഈ ഒരു സിനിമയിൽ ശരിക്കും അന്ന് ഇതിൻ്റെ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അന്ന് പത്മരാജൻ്റെ മനസ്സിൽ മോഹൻലാൽ തന്നെയായിരുന്നു. കാരണം മോഹൻലാൽ അന്ന് പത്മരാജൻ മോഹൻലാൽ കോമ്പോ എന്ന് പറഞ്ഞാൽ ദേശാടനക്കിളി കരയാറില്ല, കരിയിലെ കാറ്റ് പോലെ, തൂവാനത്തുമ്പികൾ. കാരണം അതൊരു തൂവാനത്തുമ്പികളോട് കൂടിയാണ് മോഹൻലാലും പത്മരാജനുമായിട്ടുള്ള ഭയങ്കര ഒരു ബന്ധമൊക്കെ വരുന്നത്. അപ്പോൾ അന്ന് പത്മരാജൻ ഏത് കഥയെ ആലോചിച്ച് കഴിഞ്ഞാലും അന്ന് മോഹൻലാൽ എന്നുള്ള രീതിയിൽ. അപ്പോൾ അന്ന് നമുക്ക് ശരിക്കും അപരൻ്റെ കഥ എന്ന് പറയുന്നത് ഒരു പത്മരാജൻ്റെ ഒരു ചെറുകഥയും അതുപോലെ തന്നെ MK ചന്ദ്രശേഖർ എന്ന് പറയുന്ന മറ്റൊരു എഴുത്തുകാരൻ, അവർ രണ്ടുപേരുടെയും അദ്ദേഹത്തിൻ്റെ ഒരു കഥ, രണ്ടുപേരുടെയും കൂടി കഥയും കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് അപരൻ്റെ. നമുക്ക് അതിൻ്റെ ടൈറ്റിലൊക്കെ എപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടിയും പേരുണ്ട്. അപ്പോൾ നമുക്കറിയാം ഒരു ഡബിൾ റോൾ എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു ക്യാരക്ടർ. അതായത് ഒരു അപരൻ മൂലം ബുദ്ധിമുട്ടിലാവുന്ന, പ്രശ്നത്തിലാവുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ, നിഷ്കളങ്കനായ ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ്. അതിൻ്റെ കഥയൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ അന്ന് ഇതിൻ്റെ ഒരു കഥയും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞ സമയത്ത് മോഹൻലാൽ നമുക്കറിയാവുന്ന ഒരു 87 എന്ന് പറയുന്ന ഒരു വർഷമാണ് തൂവാനത്തുമ്പികളൊക്കെ റിലീസാണ്. അപ്പോൾ അതോട് ആ സമയത്ത് തന്നെയാണ് മോഹൻലാൽ പിന്നെ ഒരു 20ാം നൂറ്റാണ്ടൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ മോഹൻലാലിനോട് ഡേറ്റ് കിട്ടാത്ത ഒരവസ്ഥ. അതായത് മോഹൻലാൽ അന്ന് ഒരുപാട് സിനിമകൾക്ക് വേണ്ടി ഡേറ്റ് കൊടുത്ത് അപ്പം അന്ന് മോഹൻലാലിന് പത്മരാജന് ഡേറ്റ് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ മോഹൻലാൽ അതിൽ വളരെ വിഷമമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരു പുതുമുഖത്തെ ആലോചിക്കാം എന്ന് പറഞ്ഞ രീതിയിൽ ഇങ്ങനെ ആലോചിക്കുന്ന സമയത്താണ് പത്മരാജൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് മലയാറ്റൂർ രാമകൃഷ്ണൻ, എഴുത്തുകാരനും അദ്ദേഹം വലിയ ഒരു IAS ഓഫീസർ ആയിരുന്നു. അപ്പോൾ മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ സഹോദരൻ്റെ മകനാണ് ജയറാം. അന്ന് ജയറാം കലാഭവനിലൊക്കെ മിമിക്രിയൊക്കെ ചെയ്ത് നടക്കുന്ന ആ ഒരു സമയമാണ്. അദ്ദേഹം മിമിക്രി രംഗത്ത് അദ്ദേഹം സജീവമാണ്. അപ്പോൾ അന്ന് മലയാറ്റൂരാണ് പറഞ്ഞത് ഇങ്ങനെ എൻ്റെ ഒരു അനന്തരവനുണ്ട് ജയറാമാണ്, അപ്പോൾ നന്നായി മിമിക്രിയൊക്കെ ചെയ്യും, അഭിനയിക്കാൻ താല്പര്യമുണ്ട്, ഒന്ന് നോക്കിക്കൂടെ എന്ന് ചോദിച്ച സമയത്ത് ആ സമയത്ത് തന്നെയാണ് പത്മരാജൻ്റെ മകൻ അനന്തപത്മനാഭൻ കലാഭവൻ്റെ ഒരു മിമിക്രി കാസറ്റ്, അന്ന് ഗൾഫ് പ്രോഗ്രാം, എനിക്കൊണ്ട് കലാഭവൻ്റെ ഭയങ്കര ഹിറ്റായി നിൽക്കുന്ന ഒരു ഗൾഫ് പ്രോഗ്രാമാണ്, അതിൻ്റെ ഒരു കാസറ്റ് ഇട്ട് കണ്ട സമയത്താണ് പത്മരാജനോട് പറയുന്നത്. അപ്പോൾ അന്ന് അനന്തപത്മനാഭനും ജയറാമിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ മലയാറ്റൂർ പറഞ്ഞപ്പോൾ രണ്ടും കൂടി ക്ലബ് ചെയ്ത് പത്മരാജൻ ചോദിച്ചു, മകൻ്റെ അടുത്ത് ചോദിച്ചു, നീ പറഞ്ഞ ആ പയ്യൻ്റെ പേര് ജയറാം എന്നാണോ എന്ന് ചോദിച്ചാൽ ആ കാസറ്റ് ഒന്ന് ഇട്ട് കാണട്ടെ എന്ന് പറഞ്ഞ് കണ്ടിട്ട് പത്മരാജനെ ഇഷ്ടപ്പെട്ടിട്ടാണ് ജയറാമിനെ വിളിപ്പിച്ചു. തിരുവനന്തപുരത്ത് വീട്ടിലേക്ക് വിളിപ്പിച്ചിട്ടാണ് കുറേ മിമിക്രിയും കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ജയറാം ആ ഒരു ക്യാരക്ടറിന് പറ്റിയ എന്താ പറയുക അത്യാവശ്യം ഉയരവും വെളുപ്പും അന്ന് പറഞ്ഞിരുന്ന കലാഭവനിലെ അന്നുണ്ടായിരുന്ന ഒരു ട്രൂപ്പിലുണ്ടായിരുന്നതിൽ ഏറ്റവും ഒരു ഹാൻസമായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനായിട്ടാണ് അന്ന് ജയറാം ശ്രദ്ധിക്കപ്പെട്ടിരുന്നത്. അങ്ങനെ ജയറാമിനെ അങ്ങ് ഫിക്സ് ചെയ്തു. അപ്പോൾ ജയറാമും പിന്നീട് പല അഭിമുഖങ്ങളിൽ ഇതിനെ കുറിച്ച് പറയാറുണ്ട്. അന്ന് ഒരു 87 അവസാനം വേറെ ഇതൊരു ഗൾഫ് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ജയറാം എയർപോർട്ടിൽ വന്നിറങ്ങിയ ഉടനെ തന്നെയാണ് അവിടെ നിന്ന് പത്മരാജനെ ഫോൺ ചെയ്തും പത്മരാജൻ നേരെ വരാൻ പറയുന്നതും. അങ്ങനെ ഒരു 88ൻ്റെ തുടക്കമാണ് അതിൻ്റെ ഒരു മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കണത്. എനിക്കൊന്ന് ഒരു 88 ഫെബ്രുവരിയിലാണ് ഒരു അപരൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ ഒരു ഫസ്റ്റ് സിനിമ കമ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ ജയറാമിന് അഡ്വാൻസ് ഒക്കെ കൊടുത്തപ്പോൾ തന്നെ ജയറാമിനോട് പറഞ്ഞത് നീന്തൽ അറിയാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ജയറാം ശരിക്കും നീന്തൽ വലിയ വശമില്ലായിരുന്നു, ജയറാം അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എങ്കിൽ അടുത്ത പടവും നീ തന്നെയാണ് നായകൻ എന്ന് പറഞ്ഞ പത്മരാജന് അവിടെ നിന്നും ഒരു ഓഫർ. ജയറാമിനൊരു ലോട്ടറി പോലെ തന്നെയായിരുന്നു. പിന്നെ അന്ന് പത്മരാജൻ്റെ അസോസിയേറ്റ് ആയിരുന്നത് പിന്നീട് സംവിധായകനായി മാറിയ സുരേഷ് ഉണ്ണിത്താൻ, അതുപോലെ തന്നെ നടനും എന്താ പറയുക നമ്മൾ ഒരുപാട് സിനിമകളിലൂടെയൊക്കെ കണ്ടിട്ടുള്ള പൂജപ്പുര രാധാകൃഷ്ണൻ എന്ന് പറയുന്ന അദ്ദേഹം ഇപ്പോൾ രാഷ്ട്രീയത്തിലും കൂടി ഒരു കൈയൊക്കെ നോക്കുന്നുണ്ട്. അദ്ദേഹം വന്ന് പത്മരാജൻ്റെ ഒരു സ്വന്തം സഹചാരി പോലെയായിരുന്നു. അദ്ദേഹം പത്മരാജൻ്റെ അസിസ്റ്റൻറ്റും എപ്പോഴും കൂടെ ഉണ്ടാകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പത്മരാജനെ കുറിച്ചുള്ള ഒരു പുസ്തകത്തിലും കൂടി ഞാൻ വായിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്, രസകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ജയറാം വരുന്നു. അപ്പോൾ അന്ന് ജയറാം വളരെ മെലിഞ്ഞിട്ടാണ്. അപ്പോൾ ആദ്യത്തെ 1-2 ദിവസമൊക്കെ കുറച്ച് ഫൈറ്റ് സീനൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ ജയറാമിൻ്റെ ഒരു രൂപമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പത്മരാജൻ പറഞ്ഞു തടി വെക്കണം എന്ന് പറഞ്ഞു. ഒരാഴ്ച കൊണ്ട് ജയറാം എങ്ങനെയൊക്കെയോ തടി വെച്ചു. എന്നിട്ടാണ് ഒരു ഫൈറ്റും, കാരണം ജയറാം രാവിലെ വരും, കുറേ ഫൈറ്റ് ചെയ്യും, തളരും. അപ്പോൾ അങ്ങനെ ഫൈറ്റ് മാസ്റ്ററൊക്കെ കൂടിയൊക്കെ ഇടപെട്ടിട്ട് ജയറാമിൻ്റെ തടിയൊക്കെ വെച്ചിട്ട് അങ്ങനെയാണ് ആ ഒരു സിനിമയൊക്കെ ജയറാം കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ജയറാം ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ജയറാം ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത് ശരിക്കും.
അത് അതിൻ്റെ ഇടയ്ക്ക് അതേപോലെ അതിലൊരു സീനിൽ നിങ്ങൾ എത്ര പേരുന്ന ഒരു സിനിമ കാണുമ്പോൾ പറയുന്നുണ്ട്, അതിൽ KPC സണ്ണി ജയറാമിനായിട്ടുള്ള ഒരു സീനുണ്ട്. അതിൽ KPC സണ്ണി ജയറാമിനെ റോട്ടിൽ പിടിച്ച് നിർത്തി ഒരു തെറി പറയുന്നുണ്ട്. അന്ന് സെൻസർ ബോർഡ് സെൻസർ ചെയ്യാൻ പോയപ്പോൾ ആ തെറി കട്ട് ചെയ്ത് കളയണം എന്ന് പറയും. അപ്പോൾ ആ തെറി കട്ട് ചെയ്ത് കളഞ്ഞാൽ ആ സീനെ മൊത്തം ബാധിക്കും. അപ്പോൾ എന്ത് ചെയ്യും എന്ന് പറയുന്ന ഒരു കൺഫ്യൂഷനിൽ നിന്ന് പത്മരാജൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ആണ്. ആ സമയത്ത് പുറകിലൂടെ ഒരു ലോറിയോ ബസ്സോ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ തെറി വരുന്ന ആ ഭാഗത്ത് ആ വണ്ടിയുടെ സൗണ്ട് അതിനൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെയാണ് അന്ന് ആ ഒരു സീനൊക്കെ ഒപ്പിച്ചിട്ടുള്ളത് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്തായാലും ആ ഒരു സിനിമ തിയേറ്ററിൽ ഇറങ്ങിയിട്ട് അത്യാവശ്യം ഭയങ്കര ഒരു ബ്ലോക്ക് ബസ്റ്റർ എങ്കിൽ പോലും സിനിമ ശ്രദ്ധിക്കപ്പെട്ടു. ജയറാം എന്ന് പറയുന്ന ഒരു നടനും ഒരു സ്പേസ് ഉണ്ടാക്കി. ഈ സിനിമയുടെ ഷൂട്ടിംഗ് അന്ന് നവോദയയിലാണല്ലോ. നവോദയയിൽ നടക്കുന്ന സമയത്താണ് TK രാജീവ്കുമാറും ഒക്കെ വരുന്നതും ജയറാമിനെ കണ്ടു. ജയറാമിനെ ബോധിച്ചിട്ടാണ് അവിടെ വെച്ചിട്ട് തന്നെയാണ് ആ ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെയാണ് ഇവരുടെ ചാണക്യൻ എന്ന് പറയുന്ന ഒരു സിനിമയിലേക്ക് ജയറാമിനെ നമുക്കറിയാം. ചാണക്യൻ എന്ന് പറയുന്ന ഒരു സിനിമ ജയറാമിനെ എത്രത്തോളം ഗുണം ചെയ്തിട്ട് നമുക്കറിയാം. കമലഹാസനുമായിട്ടുള്ള ഒരു ബന്ധം ജയറാമിനെ തുടങ്ങുന്നതൊക്കെ ആ ഒരു സിനിമയോട് കൂടിയാണ്. അതിലേക്ക് ജയറാമിനെ കമ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ ആദ്യം ഒരു സിനിമ റിലീസിന് മുമ്പ് തന്നെ ജയറാമിന് ഒരുപാട് ഓഫറുകൾ, നമ്മൾ ജയറാമിൻ്റെ ഒരു ഫിലിമോഗ്രാഫിയൊക്കെ നമുക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് വേറൊരു എപ്പിസോഡൊക്കെ ചെയ്യണം. കാരണം ജയറാം 88, 89 എന്ന് പറയുന്ന ഒരു വർഷം ജയറാം ചെയ്ത ഡിഫറെൻറ്റ് റോൾസും പിന്നെ ജയറാമിന് ചെറിയൊരു ഡൗൺഫോൾ സംഭവിച്ചതും പിന്നീട് ജയറാം രാജസേനൻ്റെ കടിഞ്ഞൂൽ കല്യാണം എന്ന് പറഞ്ഞ സിനിമയിലൂടെ തിരിച്ചു വന്ന കഥയൊക്കെ ഉണ്ട്. എന്തായാലും അപരൻ എന്ന് പറഞ്ഞ സിനിമ അന്ന് വിജയിച്ചു. ഒരിക്കലും നഷ്ടം എന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് ശ്രദ്ധിക്കപ്പെട്ട സിനിമ തന്നെയായിരുന്നു. അത് തമിഴിലും റീമേക്ക് ചെയ്തിരുന്നു. തമിഴിലും മണിവണ്ണനാണ് ആ സിനിമ ഡയറക്റ്റ് ചെയ്തത്. മോഹൻ എന്ന് പറയുന്ന അന്നത്തെ റൊമാൻറ്റിക് ഹീറോ അദ്ദേഹമാണ് ആ ഒരു വേഷം ചെയ്തത്. കുറച്ച് മാറ്റങ്ങളൊക്കെ അതിലേക്ക് വന്നതിന് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. പിന്നെ ഇതിൽ നമുക്കറിയാം അപരൻ ജയറാമിനെ ഫോൺ വിളിക്കുന്നുണ്ട്, ജയറാമിനെ ഫോൺ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പുറത്തുള്ള ആ വോയിസ് ഡബ് ചെയ്തിരിക്കുന്നത് പത്മരാജൻ തന്നെയാണ്. അത് ജയറാം ഈ അടുത്ത് ജയറാം അപരൻ്റെ ചില 33 33 വർഷം എന്ന് തോന്നുന്നു ജയറാം അതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ഈ ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചിരുന്നു. 88 എന്ന് പറയുമ്പോൾ ശരിക്കും 37 വർഷം കഴിഞ്ഞു ആ ഒരു സിനിമ. ജയറാം പാർവതിയും ഇതിൽ ചേട്ടനും അനിയത്തിയായിട്ടാണ് അഭിനയിച്ചത്. അവർ തമ്മിലുള്ളൊരു പരിചയം തുടങ്ങണം. അന്ന് ശരിക്കും പാർവതി ജയറാമിനെക്കാട്ടും സീനിയറാണ്. പാർവതി ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഹീറോയിനാണ്. അവർ ഇതിൽ ജയറാമിൻ്റെ അച്ഛനായിട്ട് മധുസാർ അഭിനയിക്കുന്നു. അപ്പോൾ കുറേ പ്രത്യേകതകളെന്ന് പറഞ്ഞാൽ നല്ല രസമുള്ള പത്മരാജൻ്റെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് അപരൻ. അപ്പോൾ ആ സിനിമ അന്ന് തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ള നിങ്ങളാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അന്നത്തെ ഒരു ഒപ്പീനിയൻ, കാരണം ജയറാം എന്ന് പറഞ്ഞ ഒരു പുതുമുഖത്തെ എങ്ങനെയാണ് നിങ്ങളൊക്കെ അന്ന് വെൽക്കം ചെയ്തതെന്നുള്ളത് നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ നമുക്ക് ഷെയർ ചെയ്യുക. അല്ലാത്തൊരു യൂട്യൂബിലൊക്കെ കണ്ടിട്ടുള്ള 90s കിഡ്സ് നിങ്ങൾക്ക് ആ ഒരു സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ കമൻസ് നമ്മളോട് പറയാം.